പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നാം ധ്യാനിക്കുന്നത് നിയമാവർത്തന പുസ്തകം 14:2. അവിടെ വചനം പറയാണ്, എന്തെന്നാൽ നിങ്ങളുടെ കർത്താവിന് പരിശുദ്ധമായ ഒരു ജനമാണ് നിങ്ങൾ. നമ്മെ കുറിച്ച് പറയാണ്, നിങ്ങൾ ഒരു പരിശുദ്ധമായ ജനമാണ്. എന്നിട്ട് തുടർന്ന് വചനം പറയാണ്, തൻ്റെ സ്വന്തം ജനമായിരിക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിലും നിന്ന് നിങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുത്തത്. അതായത് ജബൂസിയർ, കാനാന്യർ, ഹിത്യർ, അങ്ങനെ തുടങ്ങി ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. പ്രിയ ഈ കാലഘട്ടത്തിലും ഉണ്ടല്ലോ അല്ലെ, ഒരുപാട് ജനതകളിൽ നിന്ന് ദൈവമായ കർത്താവ്, നിങ്ങൾ വലിയൊരു ജനമായതുകൊണ്ട് നിങ്ങളൊരു ചെറിയൊരു ജനമാണ്, നിങ്ങളെ തമ്പുരാന്റെ ജനമാകാൻ, ദൈവത്തിന്റെ ജനമാകാൻ വേണ്ടിയിട്ടാണ് ദൈവം മറ്റെല്ലാ ജനതകളിൽ നിന്നും നിങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ സ്വർഗം തരുന്ന, ആ ദൈവം തരുന്ന ചട്ടങ്ങളും പ്രമാണങ്ങളും കൃത്യമായിട്ട് പാലിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അങ്ങനെയാണ് എങ്കിൽ ഒരു ശക്തിക്കും ഒരു ശത്രുവിനും നിങ്ങളെ തോൽപ്പിക്കുക സാധ്യമല്ല. ഈ ഒരു പ്രമാണം നമ്മളെ എവിടെ വയലേറ്റ് ചെയ്യുന്നുവോ അന്ന് നമ്മൾ പരാജിതരാണ്, അന്ന് നമ്മൾ ശൂന്യരാണ്. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, നമ്മള് പുതിയ ഇസ്രായേലാണ് സഭ അല്ലെ. ശരിക്കും യേശുവിലൂടെ നൽകപ്പെട്ട ഈ കൽപ്പനകളെല്ലാം ഇന്ന് നമ്മൾ പാലിക്കുന്നതിൽ വീഴ്ച വന്നതാണ്. നമ്മളുടെ കുടുംബങ്ങൾ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളൊക്കെ ഒരു ശൂന്യത അതിശക്തമായിട്ട് നമുക്ക് അനുഭവിക്കാനുള്ള കാരണം. അതുകൊണ്ട് ഈ ദിനത്തിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, ദൈവമേ, ഞങ്ങളെ തെരഞ്ഞെടുത്തത് ഞങ്ങളുടെ യോഗ്യതയല്ല. നമ്മൾ പാടാറില്ല, യോഗ്യത എന്നിലില്ല, ശ്രേഷ്ഠമായൊന്നുമില്ല. ദൈവമേ, നിന്റെ തെരഞ്ഞെടുപ്പ് മാത്രം. അതിനുവേണ്ടി നമുക്ക് ശരിക്കും ശക്തമായിട്ട് ആഗ്രഹിക്കാം. ഈശ്വരനെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.